പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ. ഇഹൈവതൈർജിതഃ സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ. യേഷാം സാമ്യേ സ്ഥിതം മനഃ. നിർദോഷം ഹി സമം ബ്രഹ്മ. നിർദോഷം ഹി സമം ബ്രഹ്മ. തസ്മാദ് ബ്രഹ്മണി തേ സ്ഥിതാഃ. തസ്മാദ് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഈ തത്വത്തെ ദർശിച്ചതായിട്ടുള്ള ആൾക്കാർ ഇഹൈവ ഇവിടെ വെച്ചു തന്നെ വളരെ വളരെ ശക്തമായൊരു പദമാണ് ഇഹ എന്നുള്ള പദം വേദാന്ത ശാസ്ത്രത്തിൽ. സാമവേദം പറയുന്നു, ഇവിടെ വെച്ച് ഈശ്വരൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല. മാത്രമല്ല മഹതീ വിനഷ്ടി, നികത്താനാവാത്തൊരു നഷ്ടമാണ് ഈ ജന്മം നിരർത്ഥകമായാൽ. ഓരോ ശ്വാസോച്ഛ്വാസവും അത്യന്തം ധന്യമാണ്. അതീവ സുദുർലഭമായ നിമിഷമാണ് നമ്മുടെ മുമ്പിൽ. ഈ നിമിഷത്തെ ഗ്രഹിക്കുക. ഇപ്പോൾ ഇവിടെ വെച്ച് ഇഹൈവ എന്ന് വെച്ചാൽ അസ്മിൻ ജന്മനി, അസ്മിൻ നിമിഷ, ഈ നിമിഷത്തിൽ. കാരണം അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല, നമുക്കതിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഇപ്പോൾ നമുക്കുണ്ട്, അത് നമ്മളുടേതാണ്. ഇഹൈവ എന്ന് പറയുമ്പോൾ ഏവ എന്നുള്ളത് ദാർഢ്യാർത്ഥം ഉപയോഗിക്കുന്ന പദമാണ്. ഇവിടെ വെച്ച് മാത്രം, വേറെ ഒരു ശരീരങ്ങൾക്കും സാധിക്കാത്തതായിട്ടുള്ളത്, മനുഷ്യജന്മത്തിൽ മാത്രം സാധിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ അപ്രധാനമാണ്. ഇത് ഏറ്റവും പ്രധാനമാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് മറ്റുള്ളതായ ജന്മങ്ങളിൽ അനുഭവിക്കാം. വിശപ്പിന്റെ ശമനം, ഭക്ഷണത്തിൻ്റെതായ രുചി, ഇന്ദ്രിയങ്ങളുടേതായ ഹർഷം, പുത്രോത്പാദനത്തിന്റെ ഹർഷം, ഇതൊക്കെ തന്നെ ഇതര ജീവജാലങ്ങൾ നമുക്ക് അനുഭവിക്കാം. പക്ഷേ മറ്റുള്ള ഒരു ജീവജാലങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കാത്തതാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം ഉൾക്കൊള്ളുക എന്നുള്ളത്. അതും ഇവിടെ വെച്ച് ഈ നിമിഷം. തൈഹി, അവരാൽ ഗീതായജ്ഞം കേൾക്കുന്നതായിട്ടുള്ള നിങ്ങൾ, ഇത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതായിട്ടുള്ള സത്യാന്വേഷകർ, അതുപ്രകാരം ജീവിതത്തെ പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള സൗഭാഗ്യശാലികൾ, അവർ ഇഹൈവ ഇവിടെ വെച്ച് തന്നെ ജിതസർഗ, സർഗത്തെ അതിക്രമിക്കുന്നു. സർഗത്തെ അതിക്രമിക്കുക എന്ന് വെച്ചാൽ
സൃഷ്ടിയുടെ നിയമങ്ങളെ അവർ അതിക്രമിക്കുന്നു. ആർക്കെങ്കിലും അത് സാധിക്കുമോ? ഭഗവാൻ ഇവിടെ പറയുന്നു, സൃഷ്ടാവാണ് ഉപദേശിക്കുന്നത്. എപ്രകാരമാണോ നിയമങ്ങളെ നാം പാലിക്കുമ്പോൾ നിയമം നമ്മളെ അനുഗ്രഹിക്കുന്നത്, അതുപോലെ പ്രപഞ്ച നിയമമാണ്. നാം ഇവിടെ വന്നപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമാണ് സുനിശ്ചിതമായിട്ടുള്ളത്, അത് മരണമാണ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സംപ്രാപ്തേ സന്നിഹിതേ കാലേ. ആദിശങ്കരൻ പറയുന്നു, ആ കാലം വളരെയധികം അടുത്താണ്, നമ്മുടെ ചുറ്റുമുണ്ട്, ചുറ്റും നടക്കുന്നു, എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നാം അതിനെ അറിയുന്നില്ല. മഹാഭാരതത്തിൽ യക്ഷപ്രശ്നം എന്നൊരു ഭാഗമുണ്ട്. അവിടെ ഒരു യക്ഷൻ യുധിഷ്ഠിരനോട് അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ അനവധി ചോദ്യാവലികളിൽ ഒരു ചോദ്യം, ഏറ്റവും വലിയ അത്ഭുതം എന്താണ് എന്നാണ്. അതിന് സമാധാനമായി യുധിഷ്ഠിരൻ പറയുന്നു, നിത്യവും ജീവജാലങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. മരിച്ചവരെ മറ്റുള്ളവർ എന്ന് വെച്ചാൽ മരിക്കാത്ത ആളുകൾ, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, മരിച്ചവരെ മറ്റുള്ളവർ സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു, അന്ത്യസംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. ഇങ്ങനെ അന്ത്യസംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതായിട്ടുള്ള സമയത്ത് മൃതദേഹം ചുമന്നു കൊണ്ടുപോകുന്നതായിട്ടുള്ള അവർ വിചാരിക്കുന്നതത്രേ ഞങ്ങളിവിടെ സ്ഥിരമാണ് എന്ന്. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഉടനെ 10% റിസൾട്ട് മാർക്ക്. അടുത്ത ചോദ്യം, അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം ശേഷാഹ സ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യമതപരം. അഹനി അഹനി, ദിവസം തോറും ജീവജാലങ്ങൾ മരിച്ച യമാലയത്തിലോട്ട് പോകുന്നു. ശേഷാഹ, ബാക്കി ശേഷിച്ചവർ, സ്വാമിജിയുടെ ഭാഷയിൽ പറഞ്ഞാലെങ്കിൽ the dead ones are carried by the not yet dead ones. ഇങ്ങനെയാ സ്വാമിജി പറയാം. The dead ones are carried by the not yet dead ones. ശേഷാഹ സ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യമതം. ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് അത്ഭുതം വല്ലതുമുണ്ടോ എന്ന്. അപ്പോൾ സർഗത്തിന്റെ നിയമത്തെ അതിക്രമിക്കുക, അത് സൃഷ്ടാവിന്റെ അനുഗ്രഹത്തോടുകൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് നിങ്ങൾ മാതൃഭൂമിയിൽ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞന്റെ പ്രഖ്യാപനം കണ്ടില്ലേ? പ്രകൃതിയുടെ നിയമമാണ് ദൈവം എന്ന്. ഇത് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുള്ളൂ. എന്തും വെസ്റ്റ് വഴി വരണം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ, എന്നാലേ നമുക്ക് സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും സ്വീകാര്യമല്ല. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, ഞാൻ അമേരിക്കയിൽ പോയി എന്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുവല്ലോ, അത് അവരെയല്ല പറയാം. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഈസ്റ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും മാർഗദർശനത്തിനും വേണ്ടി വെസ്റ്റിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളുടെ ശ്രദ്ധ മുഴുവനും വെസ്റ്റിലോട്ടാണ്. അപ്പൊ നമ്മളെ അഭിമുഖീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വെസ്റ്റിൽ പോകണം. അപ്പൊ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് നമ്മളെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തിരിച്ചു വന്നതായിട്ടുള്ള സമയത്ത് രാമനാഥപുരത്തിലെ മഹാരാജാവ് അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് കുതിരകളെ മാറ്റിക്കൊണ്ട് അവർ തന്നെ വലിക്കുന്നു രഥം. കാരണം എന്തും അമേരിക്ക വഴി വന്നാലും നമ്മൾ സ്വീകരിക്കും. അങ്ങനെ ഒരു ദയനീയ ഗതിയിലാണ്. ഇനി കുറെ കഴിയുന്ന സമയത്ത് ഗീതയൊക്കെ പഠിക്കണമെങ്കിൽ ഒരു സ്വാമി ഡിക്സാനന്ദനോ ജോൺസാനന്ദനോ ഒക്കെ വരേണ്ടി വരും. അത് വരാതിരിക്കട്ടെ, അതൊരിക്കലും നമ്മൾ അനുവദിക്കരുത്. കാരണം നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അത് ദേശീയപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. നമ്മുടെ ദേശീയ സംസ്കാരം അദ്ദേഹം വീണ്ടും വിവേകാനന്ദന്റെ വാക്കുകൾ, ഇന്ത്യ എന്നും ലോകരാഷ്ട്രങ്ങൾക്ക് ഗുരുവായിരിക്കുമെന്ന് പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്ക് മാർഗദർശനം ചെയ്യുന്നത് ഇന്ത്യ ആയിരിക്കും. അത് ആരാണ്? ഒരു ഭൂപ്രദേശം ഒരു രാഷ്ട്രമല്ല, അതിൽ വസിക്കുന്ന ജനങ്ങളാണ് രാഷ്ട്രമാവുന്നത്. അതിൽ വസിക്കുന്ന ജനങ്ങൾ അവരുടെ പിതാമഹന്മാരുടെ ജീവിതചര്യ ആധുനിക ജീവിത മണ്ഡലത്തിൽ അനുവർത്തിക്കുമ്പോൾ മാത്രമേ അത് നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ.
ആ ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലുമാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുപോലെ പവിത്രമായിട്ടുള്ള ഈ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതല്ലെങ്കിൽ നാം ഋഷിമാരോട്, നമ്മളുടെ പ്രപിതാമഹന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. അതായത് സർഗത്തിലെ നിയമമാണ് മരണം. സർഗത്തിനെ ജിതം എന്ന് പറയുമ്പോൾ മരണത്തെ അതിജീവിക്കുന്നു. നമ്മൾക്ക് എല്ലാറ്റിനും ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല്, ഫോൺ ബില്ല്, എല്ലാറ്റിനും ടാക്സ്, ഇതൊക്കെ നമ്മൾ ഡെഡ് ലൈനിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. ഡെത്തിനെ കുറിച്ചോ ഒരു ബോധവുമില്ല. ഏറ്റവും കഷ്ടമാണ്. അത് ലൈൻ മാത്രമാണ്. ഇത് ശരിയായിട്ടുള്ള ഡെത്താ. അതിന് ലൈനൊന്നുമില്ല. അപ്പോ ഇഹൈവ, ഇവിടെ വെച്ച് തന്നെ തൈഹി അവരാൽ ജിതസർഗ, സ്വർഗത്തെ അതിക്രമിക്കുന്നു വെച്ചാൽ മരണത്തെ അതിക്രമിക്കുന്നു, ജന്മമരണത്തെ അതിക്രമിക്കുന്നു. ഭഗവത്ഗീത സന്ദേശം നമ്മെ പ്രകൃതിക്ക് അതീതമാക്കുന്നു എന്നർത്ഥം. പ്രകൃതി നിയമങ്ങളെ നാം അതിജീവിക്കുവാൻ ഭഗവത്ഗീത നമ്മളെ അനുഗ്രഹിക്കുന്നു. യേശാം സാമ്യേ സ്ഥിതം മനഃ, യേശാം ഏതൊരു ജനങ്ങളുടെ മനസ്സാണോ സാമ്യേ സ്ഥിതം. സാമ്യ എന്ന് വെച്ചാൽ സമരസേ എന്നർത്ഥം. എല്ലാറ്റിലും തുല്യമായിരിക്കുന്നതായ ശക്തി. സമസ്ത ജീവജാലങ്ങളിലും ഒരു ഘടകം പൊതുവാണ്. എന്താണ്? ഞാൻ 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 എന്നത്. എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്, എല്ലാവരിലുമുണ്ട്. ഇനി ഓരോ ജീവജാലങ്ങളും അവർക്ക് സ്വയം പരിചയപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അവരും സ്വയം ഇങ്ങനെയാണ് പറയുക: ഞാൻ പക്ഷിയാണ്, ഞാൻ പശുവാണ്, ഞാൻ എരുമയാണ്, ഞാൻ മൃഗമാണ്, ഞാൻ വൃക്ഷമാണ്. ഓരോരുത്തരും ഞാൻ 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 എന്ന രൂപത്തിൽ സ്വയം നമ്മെ പരിചയപ്പെടുത്തും. ആരാണ് ഈ ഞാൻ? അപ്പോൾ ഈ ഞാൻ എന്നുള്ളത് എല്ലാറ്റിലും സമമാണ്. നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചു നോക്കൂ, ആർക്കും ഇത് പറയാൻ സാധ്യമല്ല. ഞാൻ എന്താ, ആരാണ് നിങ്ങൾ ചോദിച്ചാൽ നമ്മുടെ പേര്. നിങ്ങൾ പേരല്ല ചോദിച്ചത്, ആരാണ് നിങ്ങൾ? ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് ഇതാണ്, അമ്മയുടെ പേര്. നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും പേരല്ല ചോദിച്ചത്. ആരാണെന്ന്? ഞാൻ മലയാളിയാണ്, അതുകൊണ്ടല്ല മലയാളത്തിൽ ചോദിക്കുന്നത്. ആരാണെന്ന്? പിന്നെ കുറെ കണ്ട് കോൺഗ്രസ് ഞാൻ മനുഷ്യനാണ്, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ആരാണ് നിങ്ങൾ ചോദിച്ചാൽ പിന്നെ എന്താണ് നമുക്ക് പറയാൻ സാധ്യ? ശരീരമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ? ശരീര മനോബുദ്ധികളെയൊക്കെ അറിയുന്നതായിട്ടുള്ള ശക്തി ആരാണ്? അതാണ് ചൈതന്യം, ബോധം. ഈ അഖണ്ഡമായ ചൈതന്യത്തെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്, അള്ളാഹ് എന്ന് പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്നത്. വിവിധ മതങ്ങൾ വിവിധ രൂപങ്ങളിൽ അതിനെ അഭിസംബോധന ചെയ്യുന്നു. പക്ഷെ അത് നമ്മൾ ഓരോരുത്തരിലും ഉള്ളതായ ചൈതന്യമാണ്. സാമ്യേ എന്ന് പറയുന്നു. സമസ്ത ജീവജാലങ്ങളിലും ഞാൻ 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 എന്ന സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ആ ചൈതന്യത്തിൽ ആരുടെ മനസ്സാണോ സ്ഥിരമായിരിക്കുന്നത്, ഇഹൈവ തൈർജിതസർഗ യേഷാം സാമ്യേ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. സമസ്ത ദോഷങ്ങളും അസ്തമിക്കുന്നത് അവിടെ മാത്രമാണ്. അതായത് ഏതെന്നാണോ സത്യം, അവിടെ ഒരു വിധത്തിലുള്ള മാലിന്യ സ്പർശനവുമില്ല, ഒരു ന്യൂനതയുമില്ല, ഒരു ദോഷവും അതിനില്ല എന്നർത്ഥം. മറ്റുള്ളതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ദോഷമുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു ന്യൂനത ഇല്ലാതെ ഒരു പദാർത്ഥവും ഇവിടെ ദൃശ്യമല്ല. നിർദോഷം, ദോഷരഹിതമായിട്ടുള്ളത് സത്യം മാത്രമാണ്, ഭഗവാൻ മാത്രമാണ്. ആ ദോഷരഹിതമായിട്ടുള്ള സ്വരൂപമാണ് നമ്മിൽ ഓരോരുത്തരിലും ഉള്ളത്. നമ്മിലല്ല. നമ്മിൽ എന്ന് പറയുന്നത് വാക്കുകളുടെ ദാരിദ്ര്യം കൊണ്ടാണ്. നാം അതാണ്. നമ്മിൽ എന്ന് നാം നിവൃത്തിയില്ലാതെ പറയുന്ന വാക്കാണ്. എൻ്റെ ഉള്ളിലല്ലാതെ അത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു മഹാത്മാവ് ഒരിക്കൽ പ്രസ്താവിച്ചു, the problem is neither within you nor outside you, the problem is you. നിങ്ങളുടെ ഉള്ളിലുമല്ല പ്രശ്നം, വെളിയിലുമല്ല, നിങ്ങളിലാണുള്ളത്. നിങ്ങൾ തന്നെയാണ് പ്രശ്നം. You are the problem, you are the solution. Then this is Vedanta.
അഹങ്കാരത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു സമീപനം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ന് നമുക്ക് തോന്നുന്നതായിട്ടുള്ള അഹങ്കാരമുണ്ടല്ലോ, അതിന്റെ ആധാരമാണ് സത്യം. അത് ദോഷരഹിതമാണ്. നിർദോഷം ഹി എന്തുകൊണ്ടെന്നാൽ സമം ബ്രഹ്മ, അത് എല്ലായിടത്തും ഒരുപോലെയാണ്. വൈദ്യുത ഉപകരണങ്ങളിലൊക്കെ ഒന്നാണ്, ഏകമാണ്. നിങ്ങളുടെ പൂജമുറിയിലെ ഇലക്ട്രിക്കൽ എനർജിയും നിങ്ങളുടെ ബാത്റൂമിലെ ഇലക്ട്രിക് എനർജിയും ഒന്നാണ്. പൂജമുറിയിലെ പാവനതയും ബാത്റൂമിലെ അശുദ്ധിയും രണ്ടും ഇലക്ട്രിസിറ്റിയെ ബാധിക്കുകയില്ല. രണ്ടിടത്തുമുള്ളതായിട്ടുള്ള രംഗങ്ങളെ ഈ വൈദ്യുതി പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് സജ്ജനങ്ങളിലും ദുർജനങ്ങളിലും എല്ലാമുള്ളതായ ശക്തിവിശേഷം ഒന്നു തന്നെയാണ്. ഓർമ്മിക്കുക, നിങ്ങളുടെ ഇലക്ട്രിക് ഹീറ്ററിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും അവസാനം നമ്മെ പാകം ചെയ്യുന്നതും ഒരേ ഇലക്ട്രിസിറ്റിയാണ്. ചിലപ്പോഴൊക്കെ നോക്കിയിട്ടുണ്ടോ, അടുപ്പിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും, പെട്ടെന്ന് വിരൽ മുട്ടുന്നു തീയില്, അല്ലെങ്കിൽ പാത്രം ഉടനെ തന്നെ എടുക്കുന്നു നമ്മള്, കാരണം എന്താ, പൊള്ളി. അപ്പൊ അഗ്നി പറയാ, ഓ ഒരു ദിവസം വരും മുഴുവനും നിങ്ങൾ എൻ്റെ അടുത്ത്, ഇപ്പൊ വിരല് മാത്രമല്ല. അഗ്നി ചിരിക്കുക, നമ്മൾ കൈയെടുക്കുമ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതാ. അത് നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കും. ഒരു നാളം തട്ടുമ്പോഴേക്കും നമ്മൾ വലിക്കുന്നോ, ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പോകും. അതായത് സമസ്തവും ദോഷമുള്ളതാണ് എന്നർത്ഥം. ഒരു വിധത്തിലുള്ള ദോഷമോ ഭയമോ ആശങ്കയോ ഭീതിയോ ഇല്ലാത്തതാണ്. ഒരേ ഒരു സ്ഥലം ഈശ്വരൻ മാത്രമാണ്. അദ്ദേഹത്തിനെ ആശ്രയിച്ചാൽ പിന്നെ ദോഷം ഇല്ലാതാക്കാൻ നിങ്ങൾ ഒരു പൂജയും ചെയ്യണ്ട. ഇതാ പ്രമാണം. ആ ദോഷമാണ്, ഈ ദോഷമാണ്. കൃഷ്ണൻ പറയാണ്, നിങ്ങളാണ് ദോഷം, അല്ലാണ്ട് വേറെ ഒരു ദോഷവും ഇല്ല. നമ്മുടെ അഹങ്കാരമാണ് ഏറ്റവും വലിയ ദോഷം. ആ സമസ്ത ദോഷങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതായ ഒരേ ഒരു സ്ഥലം നിർദോഷമാണ്. ദോഷരാഹിത്യം, ഈശ്വരൻ, സത്യം, അത് നമ്മുടെ ഓരോരുത്തരുള്ളിലുള്ളതായിട്ടുള്ള ചൈതന്യമാണ്. നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൻ, അതുകൊണ്ട് തേ അവർ, ഈ ഭഗവത് സാക്ഷാത്കാരം നേടിയതായിട്ടുള്ളവർ ബ്രഹ്മണി സ്ഥിത, ഈ പരമമായ സത്യത്തിൽ പൂർണ്ണമായും സമർപ്പിച്ചവരാണ് എന്നർത്ഥം. അവർ ആ ബ്രഹ്മമാണ് എന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു എന്നർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യതയല്ല, ഒരാശയമല്ല, അവരുടെ അനുഭവമാണ് അത്. അങ്ങനെയുള്ളവർ ഇവിടെ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇങ്ങനെയാണ് അവർ ഈ ലോകത്തിൽ പെരുമാറുക. നാമും അവരും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം? എന്തെങ്കിലും വല്ല വ്യത്യാസമുണ്ടോ? അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അതിനെ അവതരിപ്പിക്കുന്നു. പ്രിയം പ്രാപ്യ നോ ദ്വിജേത് പ്രാപ്യ ചാപ്രിയം പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢഃ ബുദ്ധിരസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. പ്രിയം പ്രാപ്യ, അങ്ങനെയുള്ളവർ പ്രിയം പ്രാപ്യ, അതായത് അവരുടെ മനസ്സിന് അനുകൂലങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള സമയത്ത് അവർ ന പ്രഹൃഷ്യേത്, ഒരിക്കലും സന്തോഷം കൊണ്ട് മതിമറക്കുന്നില്ല. ന പ്രഹൃഷ്യേത്, ന ഹൃഷ്യേത്, ന പ്രഹൃഷ്യേത്. പ്രിയം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ, ഹിതകരങ്ങളായിട്ടുള്ള ചുറ്റുപാടുകൾ, നാം അത് കൊതിക്കുന്നതാണ്, അതിൽ നാം ആസ്വദിക്കുന്നു. അങ്ങനെയുള്ള നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ല. ന പ്രഹൃഷ്യേത്, പ്രിയം പ്രാപ്യ. അപ്രിയം പ്രാപ്യ ന ഉദ്വിജേത്, പ്രതികൂലങ്ങളായിട്ടുള്ള സാഹചര്യം വരുന്നതായിട്ടുള്ള സമയത്ത്, വേദനാപൂർണമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നതായിട്ടുള്ള സമയത്ത് ന ഉദ്വിജേത്, ഒരിക്കലും സങ്കടപ്പെടുന്നില്ല.
ഒരിക്കലും കുലുങ്ങുന്നില്ല എന്നർത്ഥം. സാധാരണക്കാർ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, അഭിനന്ദിക്കുന്ന. ഇത് മാത്രമല്ല, ചിലവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നേടുന്നതിന് ഇങ്ങനെ ചിലവരെ അങ്ങോട്ട് പുകഴ്ത്തിയാൽ മതി. അവരുടെ പ്രിയമുള്ള കാര്യങ്ങൾ പറയാ. ചിലരുണ്ട്, ഓരോരുത്തരെ അവർക്ക് പ്രിയമുള്ള കാര്യങ്ങൾ അവരോട് പറയും, വേറൊന്നും പറയില്ല. അപ്പോ ഇവരെ കുറിച്ച് നല്ല അഭിപ്രായം, ഓ അദ്ദേഹം നല്ലൊരാളാ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യം മാത്രം പറയും, വേറൊന്നും പറയില്ല. അങ്ങനെ പലരുണ്ട്. രാജസ്ഥാനിലെ പെലാൻ യൂണിവേഴ്സിറ്റിയിൽ അവർ ഉപയോഗിക്കുന്ന വാക്ക് LT എന്നാണ്. LT എന്ന് വെച്ചാൽ ലൂബ്രിക്കേറ്റിംഗ് ടെക്നോളജി എന്ന്. അവരെ സുഖകരമാക്കാമെന്നർത്ഥം ഇത് ഉപയോഗിച്ച്. അവരെങ്ങനെ പോയത് ഒരാവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലായില്ലേ, നമ്മള് എന്ത് സഹസ്രനാമം ചൊല്ലിയാലും ഭഗവാൻ ഒരിക്കലും ന പ്രഹൃഷ്യേത്. ഭഗവാനാ പറയണ അത്. ഞാൻ അതുകൊണ്ട് സഹസ്രനാമം ചെല്ലാതെന്നിരിക്കരുതേ, തീർച്ചയായിട്ടും ചൊല്ലണം. പക്ഷെ ഭഗവാനെ മനസ്സിലാക്കണമെന്ന്. ഇനിയോ നേരെ മറിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് ചെയ്തു തരാം, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തരാം, ഇത്ര നാളികേരം തരാം, ഇത്ര നിവേദ്യം തരാം. ഏതൊക്കെ വിധത്തിലാണ് നമ്മളെ ഓരോരുത്തരും വഴിപാടുകളൊക്കെ കൊടുക്കുന്നത്? ഹനുമാന് വടമാല, ഗണപതിക്ക് കൊഴുക്കട്ട, കൃഷ്ണന് പാൽപായസം. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമായിട്ടുള്ളത് നമുക്കറിയാം. കാരണം നമുക്കറിയാം അവരൊന്നും കഴിക്കില്ല, എന്നൊക്കെ ഇങ്ങോട്ട് വരും. ഇനി അവസാനം നമ്മുടെ പ്രാർത്ഥിച്ചതായിട്ടുള്ള ഫലം നമ്മൾ കിട്ടിയില്ലെങ്കിൽ ഇനി നാളികേരം നിവേദിക്കുകയില്ല, നാളികേരം നിങ്ങളുടെ തലയിൽ അടയ്ക്കാൻ വേണം. എന്നാലും ഭഗവാനൊന്നുമില്ല. ന പ്രഹൃഷ്യേത് ന ഉദ്വിജേത്. ചിലർ ഹീലിയം നിറച്ച് ബലൂൺ പോലെ ഇങ്ങനെ പോവും മുകളിലോട്ട്. ഇനിയോ നേരെ മറിച്ച് വേറെ വല്ല ദുരന്തങ്ങളായ അനുഭവങ്ങളുണ്ടാവും, സ്വയം തന്നെ ശപിക്കും. ഈ രണ്ട് വികാരങ്ങൾ നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, നമ്മുടെ രക്തപ്രവാഹത്തെ ബാധിക്കുന്നു, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതോടുകൂടെ ശരീരത്തിലെ കോശങ്ങളെ അത് ബാധിക്കുന്നു. പെട്ടെന്ന് വികാരങ്ങളാൽ ഉദ്ദീപ്തമാകുന്നു. ഭഗവാന്റെ വാണികളിലൂടെ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും സ്വാസ്ഥ്യമുണ്ടാവുന്നു. കാരണം പ്രിയമായാലും ശരി അപ്രിയമായാലും ശരി രണ്ടും സ്ഥിരമല്ല. ഇപ്പോൾ അത് പ്രിയമാണ്, കുറച്ചു കഴിഞ്ഞാലോ ഇപ്പോൾ പ്രിയമായിട്ടുള്ളത് കുറച്ചു കഴിയുമ്പോൾ അപ്രിയമാകും. അപ്പോൾ ഇന്നത് പ്രിയം ഇന്നത് അപ്രിയം എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇത് സാപേക്ഷികമാണ്. ഇത് മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും മാറാത്തതായിട്ടുള്ള ഈ പ്രിയത്തെയും അപ്രിയത്തെയും കാണുന്ന ആളാണ് ദോഷരഹിതമായിട്ടുള്ള സത്യം. ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചതായിട്ടുള്ള മഹാപുരുഷൻ അനുകൂലങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത്യന്തം ആഹ്ലാദിച്ച് മതിമറക്കാതെയും അപ്രിയം പ്രാപ്യ പ്രതികൂലങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഉദ്വിചേത്, ഒരിക്കലും കുലുങ്ങുന്നില്ല. സ്ഥിരബുദ്ധി, അവർ നിശ്ചലമായിട്ടുള്ള ബുദ്ധിയുള്ളവരാണ്. അതായത് എന്താണ് പരമമായ സത്യം എന്ന് ബുദ്ധിപരമായിട്ട് അവർ ആവിഷ്കരിച്ചിരിക്കുന്നു. അവർ അസമ്മൂഢഃ. മൂഢഃ എന്ന് വെച്ചാൽ അവിവേകി, വ്യാമോഹം സിദ്ധിച്ചാള്. സമ്മൂഢഃ നല്ലവണ്ണം വ്യാമോഹം സിദ്ധിച്ചാൾ. അതായത് നമുക്ക് മൂഢനാണെന്ന് പോലും അറിയുന്നില്ല, അത്രയും മൂഢത്വത്തിലെത്തിയിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ, ഋഷീശ്വരന്മാർ, പിന്നീട് ആദിശങ്കരൻ, ഇവർക്കൊക്കെ മനുഷ്യനെ മൂഢ എന്ന് വിളിക്കുന്നത് വലിയ സന്തോഷ. ഇതാ പ്രമാണം. എന്ന് വെച്ചാൽ അവൻ മൂഢനാവേണ്ടതല്ല. നായിനെ പൂച്ചയോ നിങ്ങൾ മൂഢ എന്ന് വിളിക്കാൻ പാടില്ല.
കാരണം അതിന് വേറെ തരത്തിൽ പെരുമാറാൻ സാധ്യമല്ല. മറിച്ച് മനുഷ്യനോ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടതാണ്, ആവേണ്ടതാണ്, അതിനുള്ള കഴിവുണ്ട്. പക്ഷെ അതുപോലെ പെരുമാറുന്നില്ല. അതുകൊണ്ട് അവന് മൂഢ എന്ന് വിളിക്കുന്ന, അതിൽ തെറ്റില്ല എന്നർത്ഥം. അങ്ങനെ വിളിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ നിലയെക്കുറിച്ച് ബോധ്യമാവൂ. അസമ്മൂഢ എന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള സമ്മൂഢത്വവും ഇല്ലാത്തത്, പൂർണ്ണമായിട്ടുള്ള വിവേകത്തിന്റെ ഉടമ എന്നർത്ഥം. സ്ഥിരബുദ്ധി അസമ്മൂഢ. ശാശ്വതമായിട്ടുള്ള സത്യത്തെ ബോധ്യമായിട്ടുള്ള ആള് എല്ലാ വിധത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും, മോഹങ്ങളിൽ നിന്നും, ഭീഷണികളിൽ നിന്നും, വെല്ലുവിളികളിൽ നിന്നും വിമോചിതനാവുന്നു. ബ്രഹ്മവിത്ത്, അദ്ദേഹം ബ്രഹ്മത്തെ അറിയുന്നു. ബ്രഹ്മണി സ്ഥിത, മാത്രമല്ല ബ്രഹ്മത്തിൽ അദ്ദേഹം വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വരൂപം പിന്നെ ഈശ്വരനാണ്. അദ്ദേഹം ഈശ്വരനെ അറിയുകയല്ല, അദ്ദേഹം ഈശ്വര ആകാരമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മളുടെ സംസ്കാരത്തിൽ മഹാത്മാവിനെ ദർശിക്കുക, മഹാത്മാവിനെ പൂജിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളതായിട്ടുള്ള ആരാധനാ രീതികളിലൊക്കെ നാം ഈശ്വരനെ ആവഹിക്കുകയാണ്. ശിലയിൽ നാം ഈശ്വരനെ ആഗ്രഹിക്കുന്നു, ധാന്യത്തിൽ നാം ഈശ്വരനെ ആഗ്രഹിക്കുന്നു. അസ്മിൻ ബിംബേ മഹാഗണപതി ആവാഹയാമി. അസ്മിൻ ശിലേ, ഈ ശിലയിൽ മഹാദേവി ആവാഹയാമി, മഹാദേവിയെ ഞാനിതാ ആവഹിക്കുകയാണ്. മറിച്ച് ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ആളെയോ അദ്ദേഹം നിങ്ങൾ ആവഹിക്കേണ്ട, അദ്ദേഹം ചലിക്കുന്ന ദൈവമാണ്. ബ്രഹ്മണി സ്ഥിത. എന്റെ അഭിമന്യു ഗുരുനാഥൻ സ്വാമിജി എപ്പോഴും പറയാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പലപ്പോഴും ഭയങ്കരമായിട്ട് വികാരാധീനമാവും. വിദൂരത്തു നിന്ന് അദ്ദേഹത്തെ കണ്ടാൽ മതി എന്നാവണം. വളരെ വിദൂരത്തു നിന്ന് നിങ്ങളുടെ ജന്മം സഫലമാവും അത്രേ. തപോവന സ്വാമികൾ ആ കാലങ്ങളിൽ, ഇംഗ്ലീഷുകാരുടെ കാലത്ത് അദ്ദേഹം വൈകുന്നേരം സഞ്ചരിക്കാൻ പോകുമ്പോൾ ഒരു കഷായ വസ്ത്രം, ഒരു ലോഹവസ്ത്രം, മുട്ടു കവിഞ്ഞിട്ടൊരു വസ്ത്രവും ഒരു ക്യാൻവാസ് ഷൂവും ധരിച്ച് അദ്ദേഹം വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ ബ്രിട്ടീഷ് ആർമി ഉദ്യോഗസ്ഥന്മാർ കുതിരപ്പുറത്ത് നിറങ്ങി അവരുടെ ഭാഷയിൽ പറയൂത്രേ, ഓം നമോ നാരായണായ. അവർ ഇങ്ങനെയാണ് സ്വാമിമാരെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് കുതിരപ്പുറത്ത് പോകാൻ സാധ്യമല്ല. ഉടനെ അവർ ഇറങ്ങും, പലരും സല്യൂട്ട് ചെയ്യും സ്വാമിയെ. ഇതൊക്കെ 1930s. അപ്പോൾ തസ്മാത് ബ്രഹ്മണി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആ സത്യത്തെ പ്രാപിച്ചതായിട്ട് മഹാത്മാക്കളുടെ ദർശനം തന്നെ അനുഗ്രഹമാണ്. കാരണം അവർ ചലിക്കുന്ന സത്യമാണ്. നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ ശിവേലി ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിന്റെ കൂടെ പോകുന്നു അല്ലേ? പക്ഷെ ഭഗവാന്റെ കൂടെ പോകുമ്പോഴും നമ്മള് വീണ്ടും ശ്രീകോവിലിന്റെ മുമ്പിലെത്തിയാൽ വീണ്ടും അവിടെയും തൊഴും. കാരണം അവിടെയുണ്ട് ഈശ്വരൻ, ഇവിടെയുണ്ട് ഈശ്വരൻ എന്നതുപോലെ ഈ സത്യത്തെ ദർശിച്ചതായിട്ടുള്ളവർ ഇവിടെയുണ്ട്, അതേ സമയത്ത് എല്ലാവിടെയും ഉണ്ട്. ചലിക്കുന്ന ദൈവമാണ്. ഉപാസനാമൂർത്തി, മൂലമൂർത്തി, അചലമായിട്ടുള്ളത് മൂലമൂർത്തി. എഴുന്നള്ളിക്കുന്നതോ അത് ചലിക്കുന്നതായിട്ടുള്ള ഭഗവാൻ. കാരണം ബ്രഹ്മത്തിൽ അവർ ഇരുപ്പുറപ്പിച്ചിരിക്കുന്നു എന്ന്. തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. വീണ്ടും തുടർന്ന് അവരുടെ അവസ്ഥയെ പ്രകീർത്തിക്കുകയാണ് അടുത്തുള്ള ശ്ലോകത്തിൽ.